നമുക്കിന്ന് ചേന മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ, പിന്നെ എന്താണ് ഇങ്ങനെയുള്ള വീഡിയോകളും ചെയ്യുന്നതെന്ന്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു സിമ്പിൾ റെസിപ്പീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനെയും ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാലും ബാച്ചിലേഴ്സിൻ്റെയും കമൻസ് വരാറുണ്ട്, ഏറ്റവും ഈസി ആയിട്ടുള്ള റെസിപ്പികൾ ചെയ്യൂ ചേച്ചി, എപ്പോഴും ഞങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പികൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചേന മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല സമയമാണിത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചേന എരിശ്ശേരി കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം എന്താണ് ചേന മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞു എന്നുള്ളത്. അതിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വീണ്ടും അതന്നെ പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ചേന മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് കുറച്ച് കുഴഞ്ഞിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്കിത് ചേന മെഴുക്കുവരട്ടി എന്ന് പറയാം, ചേന ഉലർത്തിയതെന്ന് പറയാം, പല സ്ഥലത്തും പല പേരിലായിരിക്കും പറയാ. പിന്നെ ചേന മെഴുക്കുവരട്ടി എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് വേറെ റെസിപ്പി ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല, കുറച്ച് വ്യത്യസ്തമായ രീതിയാണ്. അത് കട്ട് ചെയ്യുന്ന രീതിക്കും അതുപോലെ കുക്ക് ചെയ്യുന്ന രീതിക്കും ഒക്കെ വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ കഞ്ഞിയുടെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ചോറിൻ്റെ കൂടെ ഇപ്പോൾ ഒരു തൈരോ അല്ലെങ്കിൽ രസം, ഒരു മോരുകറിയൊക്കെ ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയും വളരെ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. പക്ഷെ ചൂട് കഞ്ഞിയും ഈ ചേന മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട. നമുക്ക് മഴക്കാലത്ത് നമുക്ക് രാത്രി നല്ല ചൂട് കഞ്ഞിയും ഈ ചൂട് ചേന മെഴുക്കുവരട്ടിയൊക്കെ ചേർത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എപ്പോഴും നമ്മൾ ചപ്പാത്തിയും അതുപോലെ തന്നെ ചിക്കനോ നോൺ വെജോ ഫിഷോ അങ്ങനെ പല പല റെസിപ്പീസൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കഞ്ഞിയുടെ കൂടെ, കഞ്ഞി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെ ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാം. അതിൻ്റെ എരിവൊക്കെ നമ്മളമ്മമാർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകൾക്കും ബാച്ചിലേഴ്സിനാണെങ്കിലും ചോറിന് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചേന മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചേന ഉലർത്തിയത് അല്ലെങ്കിൽ ചേന മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ചേന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചേന കൈകൊണ്ട് തൊട്ടുണ്ടെങ്കിൽ ചൊറിയും. സാധാരണ നമ്മളിപ്പോൾ ചേന മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ വീട്ടിലെല്ലാവരും പറയാറുണ്ട് ചേന കുക്കായി വരുമ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ കൈയുടെ ചൊറിച്ചിൽ മാറും എന്നൊക്കെ. പക്ഷെ എനിക്ക് 3-4 മണിക്കൂർ എടുക്കും കേട്ടോ ചൊറിച്ചിൽ മാറാൻ. അതുകൊണ്ട് ഞാൻ ചേന കട്ട് ചെയ്യാറില്ല. രാജീവേട്ടനാണ് ചേന കട്ട് ചെയ്ത് തരാം. അപ്പോൾ എനിക്ക് ഈ ചേന കട്ട് ചെയ്ത് തന്നു, കഴുകിയൊക്കെ തന്നിട്ടാണ് പോയത്. അപ്പോൾ ഇനി നമ്മളിത് കുക്ക് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ഇതിൽ 2 കളറിലുണ്ട് കേട്ടോ ചേന. വൈറ്റ് കളറിലെയും റെഡ് കളറിലെയും ചേനയുണ്ട്. അപ്പോൾ വൈറ്റ് കളറിലെ ചേനയാണെങ്കിൽ വേഗം തന്നെ കുക്കായി കിട്ടും. റെഡ് കളറിലുള്ള ചേനയാണെങ്കിൽ കുക്കാവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാനിത് കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. സാധാരണ നമ്മൾ വൈറ്റ് കളറിൽ മാത്രമുള്ള ചേനയാണെങ്കിൽ മൺചട്ടിയിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് കുക്കായി കിട്ടും. പക്ഷേ റെഡ് കളറിലുള്ള ചേനയും കൂടി ഉള്ളതുകൊണ്ട് മൺചട്ടിയിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുക്കാവാൻ സമയമെടുക്കും. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാൻ പോവാണ്. പിന്നെ ഇതിൽ ചെമ്മീൻ ചേർത്തിട്ട് നോൺ വെജിറ്റേറിയൻസിന് ഇഷ്ടമാവുന്ന രീതിയിലും ചെയ്യാം കേട്ടോ. അതപ്പോൾ ഞാനിത് കുക്ക് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ചേന കുക്കറിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ചേന കുക്കറിലേക്ക് മാറ്റാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേന കയ്യിലെടുക്കാതെ ഇതുപോലെയൊക്കെയാണ് മാറ്റുന്നത്. അപ്പോൾ ഇത് 1/2 കിലോ ചേനയാണ്. അപ്പോൾ ചേന കട്ട് ചെയ്തിരിക്കുന്ന വലിപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലും കുറച്ചുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇതിപ്പോൾ കുക്കറിലായതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് തോന്നേ ഉള്ളൂ. ഇതിലേക്ക് നമുക്കിനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ചേനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് 2-3 ഉള്ളി ഇതുപോലെ ഒന്ന് മുറിച്ച് ചേർക്കുന്നുണ്ട്. ഇതാകുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ ചേന മെഴുക്കുവരട്ടിക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ നിങ്ങൾ ചെമ്മീൻ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഉള്ളി ചേർക്കണം എന്നില്ല കേട്ടോ. ഇത് ഞാനിപ്പോൾ ചെമ്മീനൊന്നും ചേർക്കാതെ വെജിറ്റേറിയൻസിന് മാത്രമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഉള്ളി ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേന കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക. കുറേ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചേനയുടെ ലെവലിൽ തന്നെ നിന്നാൽ മതി വെള്ളം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആവട്ടെ. അപ്പോൾ ഇനി ഇത് അടച്ചു വയ്ക്കുക. ഞാനിപ്പോൾ ഈ ചേന ഒരു വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്.
നിങ്ങൾക്ക് കിട്ടുന്ന ചേനയുടെ വേവ് അനുസരിച്ച് 1-2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യുക. പിന്നെ വൈറ്റ് കളർ മാത്രമുള്ള ചേനയാണെങ്കിൽ തിളയ്ക്കുമ്പോൾ തന്നെ കുഴഞ്ഞു തുടങ്ങും. അത് പല ചേനയും പല ടൈപ്പാണ്. അതിപ്പോൾ നമുക്ക് ഓരോ ചേനയും യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആദ്യമേ തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉള്ളി ഞാൻ ഇവിടെ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് നന്നാക്കിയിട്ട്. ഇനി വറ്റൽമുളക് വേണം. അപ്പോൾ ഞാനിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. വറ്റൽമുളകും ഉള്ളിയും ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം വറ്റൽമുളകാണ് ക്രഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 വറ്റൽമുളക് ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഉള്ളി ചേർക്കുക. പിന്നെ നിങ്ങൾ വെളുത്തുള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ ഉള്ളിയുടെ കൂടെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് ക്രഷ് ചെയ്യുക. വറ്റൽമുളകും ഉള്ളിയും ഒരുമിച്ച് തന്നെ ചേർത്തിട്ട് ക്രഷ് ചെയ്യരുത്. വറ്റൽമുളക് കറക്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ആദ്യം വറ്റൽമുളകൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് മാത്രം ഉള്ളി ചേർക്കുക. ഇല്ലെങ്കിൽ നമ്മൾ കല്ലിലാണ് ചതച്ചെടുക്കുന്നതെങ്കിൽ വറ്റൽമുളക് ചതച്ച് ചേർക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ ചതച്ച മുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാൻ ചതച്ച മുളക് വാങ്ങിക്കാറില്ല. ഫ്രഷ് ആയിട്ട് അപ്പോൾ തന്നെ ചതച്ചെടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഇതുപോലെ വറ്റൽമുളക് ചതച്ച് ചേർക്കുന്ന കാര്യം പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചെടുക്കട്ടെ. നമ്മുടെ കുക്കറിന് ഒരു വിസിൽ വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കുക്കർ കംപ്ലീറ്റ് പ്രഷർ പോയി. ഞാൻ തുറന്നു. അപ്പോൾ ഇത് കണ്ടോ, ചേന നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ കയ്യിലെ കൊട്ടി പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ചേനയിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. ഈ വെള്ളം വറ്റിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ വെള്ളം വറ്റിച്ചെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കമൻസ് വന്നിരുന്നു, ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തിട്ട് വെള്ളം കൂടിപ്പോയി, വെള്ളം കളയണോ, എന്താണ് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കുക്കിംഗ് അറിയാവുന്ന എല്ലാ ആളുകൾക്കും അറിയാം, നമ്മൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്യുന്ന വെള്ളം കളയില്ല. വെള്ളം കുറച്ച് വെച്ചിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് എപ്പോഴും ചെയ്യുക. വെള്ളം കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെജിറ്റബിൾസിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ വെള്ളം ഞാൻ വറ്റിച്ച് തന്നെയാണ് എടുക്കുക. ഇത് വെള്ളം കളയില്ല കേട്ടോ സ്ട്രെയിൻ ചെയ്തിട്ട്. അത് ഉരുളക്കിഴങ്ങായാലും ഏത് പച്ചക്കറികളാണെങ്കിലും. ഞാൻ ആകെ വെള്ളം കളയുന്നത് കൊത്തമരയ്ക്ക മെഴുക്കുരുട്ടി ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒന്ന് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ആ വെള്ളം മാത്രമേ കളയുള്ളൂ കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ കയ്പ്പ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതാണ്. അതും അങ്ങനെ കളയരുതെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ കൊത്തമരക്കയുടെ ആ ഒരു എന്താ പറയുക, ഒരു മത്ത് പിടിക്കുന്ന എന്താ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഒരു സുഖമില്ലാത്ത ടേസ്റ്റ്, അതൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ കളഞ്ഞിട്ട് പിന്നെ തിളച്ച വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ ഞാൻ ഇളക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേന വല്ലാണ്ടങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഇളക്കാതെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം വറ്റി വന്നോളും. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ കമൻറ്റ്സ് വരാം, നല്ല ചേന എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളതൊക്കെ. അത് നമ്മൾ ഉപയോഗിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലാതെ അതിൻ്റെ ടിപ്സൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മുടെ ചേനയിൽ വെള്ളമൊക്കെ വറ്റി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. കണ്ടോ, ഇതുപോലെ കുറച്ച് കുഴഞ്ഞാണ് ഇരിക്കുന്ന ചേന. അപ്പോൾ ചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഇത്രയും കുഴഞ്ഞു പോയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിലാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ആദ്യമേ തന്നെ വെളിച്ചെണ്ണ, നമ്മുടെ നാടൻ മെഴുക്കുരുട്ടി ആകുമ്പോൾ നാടൻ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ കടുക് ചേർക്കുക. നോൺ വെജിറ്റേറിയൻസിന് പ്രോൺസ് ചേർത്തിട്ട് ചേന മെഴുക്കുരുട്ടി ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചേന ഹാഫ് കുക്കാകുമ്പോൾ നമ്മൾ ചട്ടിയിൽ തന്നെ കുക്ക് ചെയ്യുക. ഹാഫ് കുക്കായി കഴിയുമ്പോൾ മാത്രം ചെമ്മീൻ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണയിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകല്ല, മുഴുവൻ വറ്റൽമുളകൊന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മെഴുക്കുരുട്ടിക്കൊക്കെ കുറച്ചുകൂടി ടേസ്റ്റ് കൂടാനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വറ്റൽമുളകും കൂടി ചേർക്കാം. അപ്പോൾ വെളുത്തുള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ ഉള്ളിയുടെ കൂടെ ചേർത്ത് ചതയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു 3 അല്ലിയൊക്കെ മതി കേട്ടോ, ഒരു 1/2 കിലോ ചേനയാണെങ്കിൽ. പിന്നെ മുളക് പൊടിയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്യരുത്. മുളക് പൊടി ഈ ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി വന്നതിന് ശേഷം മാത്രം ചേർക്കുക. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പികളാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം.
അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് തന്നെ ചേനയുടെ ഉപ്പ് നോക്കുക. ചേനയ്ക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഉള്ളിയിലേക്ക് ഉപ്പ് ചേർക്കണം. ഇല്ലെങ്കിൽ ഉള്ളിക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ചേനയ്ക്ക് ഉപ്പ് കറക്റ്റാണ്, നമുക്ക് ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഈ മുളകിന് കളറ് കുറവാണ് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു കുറച്ച് കളറിന് വേണ്ടി മാത്രം മുളക് പൊടി ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചേർക്കുന്ന അത്രയും മുളക് പൊടിയൊന്നും ചേർക്കേണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറ്റൽമുളകിന് നല്ല എരിവുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിലും താഴെ ഒരു 2-3 പിഞ്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്താൽ മതി കേട്ടോ, അധികം വേണ്ട. അപ്പോൾ നിങ്ങൾ ചതച്ച മുളക് അല്ലെങ്കിൽ ഈ വറ്റൽമുളകല്ല ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് തന്നെ ഉള്ളി നന്നായിട്ട് കുക്കായി വരുമ്പോൾ തന്നെ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. ഇതൊന്നുകൂടി ഒന്ന് കുക്കാവട്ടെ. നമ്മൾ ഫുള്ളായിട്ട് മുളക് പൊടി മാത്രം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മെഴുക്കുവരട്ടിയുടെ കളർ ആ ഒരു റെഡ് ഷെയ്ഡ് മാത്രമായിട്ടിരിക്കും. അപ്പോൾ കാണാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമുക്ക് മുളക് പൊടി ചേർക്കാം. ഇത്രയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ചില്ലി പൗഡറിൻ്റെ ആ റോ ടേസ്റ്റും റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്, ഹൈ ഫ്ലെയിം അല്ല. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും, ഉള്ളിയൊക്കെ വല്ലാണ്ട് അങ്ങ് ഓവർ കുക്കായിപ്പോവും. ഇപ്പോൾ നമ്മുടെ മുളക് പൊടി കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് നമുക്കിനി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചേന ആഡ് ചെയ്യാം. ചേന നന്നായിട്ട് കുഴഞ്ഞ് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുഴഞ്ഞ് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചട്ടിയിൽ വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കുക. അപ്പോൾ ഇതാ ഇത്രയും മതി കേട്ടോ. നമ്മുടെ ചേന മെഴുക്കുവരട്ടി അല്ലെങ്കിൽ ചേന ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ഈ ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി മൊരിഞ്ഞ് വരും ചട്ടിയുടെ ചൂടിലിരുന്നിട്ട്. അപ്പോൾ ആ രീതിയിൽ മൊരിഞ്ഞ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചൂടോടെ കഴിക്കാവുന്നതാണ്. മൊരിഞ്ഞിട്ടാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ച് മൊരിച്ചെടുക്കാം. പിന്നെ വേറെ രീതിയിലും കൂടി നമ്മൾ ചേന മെഴുക്കുവരട്ടി ഉണ്ടാക്കാറുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേന മുറിച്ച പീസ് അതുപോലെ തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ അല്ലാതെ ചെയ്യുക, അത് വേറെ രീതിയാണ്. അത് നമുക്ക് പിന്നീട് ഒരു ദിവസം ചെയ്യാം. എന്തായാലും എല്ലാവരും ചേന മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇഷ്ടമായ റെസിപ്പികളാണെങ്കിൽ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.